ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇതേപോലത്തെ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുക്കുക. പച്ചവെള്ളം തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ 2-3 തുള്ളി ഈ ഒരു പച്ചവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കോട്ടൻ്റെ തുണിയാണ്. ഒരു കോട്ടൻ്റെ തുണി എടുക്കുക. എന്തെങ്കിലും ചെറിയൊരു കഷ്ണം കോട്ടൻ്റെ തുണി എടുത്ത ശേഷം ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ വീട്ടിലെ ഡോർ ഉണ്ടാവില്ലേ, ഫ്രണ്ട് ഡോർ ആയാലും കുഴപ്പമില്ല, വീട്ടിലെ റൂമിൻ്റെ ഡോറൊക്കെ ആയാലും മഴക്കാലമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ മുകളിൽ ഒരു വെള്ള പൂപ്പൽ പോലെയും വെള്ള കല പോലെയൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. പൊടിയൊക്കെ പാറിയിട്ടൊക്കെ ആണെങ്കിൽ കൂടെ അഴുക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ നമ്മളിത് 2 ആഴ്ച കൂടുമ്പം ഒരിക്കൽ ചെയ്യുവാണെങ്കിലും ഈ ഒരു ഡോറിന് നല്ലൊരു കളറും ഉണ്ടാവും, നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ചിട്ട് ഡോറുണ്ട്, ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പം അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിനായിട്ട് ഇവിടെ ഒരു പഴയ ബ്രഷ് എടുക്കുക. പിന്നെ വേണ്ടത് കോൾഗേറ്റ് ആണ്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ കോൾഗേറ്റ് ആണ് കേട്ടോ. ഇതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പം ഈ ഒരു കോൾഗേറ്റ് കുറച്ച് എടുത്തിട്ട് ഈ ഒരു ബ്രഷിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നാക്കി കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ, നമ്മളിപ്പം സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റുഭാഗത്തായാലും നമ്മൾ ചുവരിലൊക്കെ നമ്മൾ ചാരി നിൽക്കുന്ന സൈഡും അതേപോലെ തലയൊക്കെ തട്ടിക്കുമ്പോൾ വെളിച്ചെണ്ണേൻ്റെ ഒക്കെ ഒരു ഇതാവില്ലേ, നല്ലോണം അഴുക്കൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അത് നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം കാണുന്ന രീതിയിലുള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ എന്തോ ഒരു പോലെ ഉണ്ടാവില്ലേ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇത് കാണുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് പേസ്റ്റ് ഒരു ബ്രഷിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് അവിടെ തേച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഈ ഒരു അഴുക്കുള്ള ഭാഗത്തൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അവിടുത്തെ അഴുക്കൊക്കെ ഇളക്കി വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുത്ത ശേഷം ഒരു തുണി, കോട്ടൻ്റെ എന്തെങ്കിലും ഒരു നനഞ്ഞിട്ടുള്ളൊരു തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെയുള്ള അഴുക്ക് മുഴുവനായിട്ട് തന്നെ പോയിട്ടുണ്ടാവും. നമ്മളെ സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റുഭാഗത്തൊക്കെയാണ് അധികവും ഇങ്ങനെ അഴുക്കുണ്ടാവുക. പിന്നെ നമ്മൾ ചാരി നിൽക്കുന്ന ഭാഗത്തും അങ്ങനെയൊക്കെയുള്ള സൈഡിലും പിന്നെ ഓരോ കോർണറിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഈ ഒരു അഴുക്ക് നമുക്ക് അവിടെ നിന്ന് കളയാൻ പറ്റും കേട്ടോ. ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലായിരുന്നു ഉണ്ടായത്. അത് വേഗം തന്നെ അത് തേക്കുമ്പോഴേക്കും തന്നെ അത് പോയിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ അടിച്ചു വാരുന്ന ചൂലിലേക്ക് ഞാനിതാ ഒരു ചെറിയ 4 കഷ്ണം നമ്മൾ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ, നമ്മളിപ്പം അടിച്ചു വാരി കഴിഞ്ഞാലും മുടിയൊക്കെ കൊഴിച്ചിലൊക്കെ ഉള്ളവർ വീട്ടിലുണ്ടെങ്കിലും, അല്ലെങ്കിൽ ചെറിയ പൊടി തന്നെ ആയിരിക്കട്ടെ, നമ്മൾ അടിച്ചു വാരിയാലും അത് ചിലപ്പം പോയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ അടിച്ചു വാരുമ്പം അത് പുറകോട്ട് തന്നെ പറന്നു പോയി പിന്നെ നമ്മൾ തുടയ്ക്കുമ്പം ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മുടിയൊക്കെ കൊഴിഞ്ഞ് കിടക്കുമ്പോൾ അത് അടിച്ചു വാരിയിട്ടും പോയിട്ടില്ലെങ്കിൽ തുടയ്ക്കുമ്പം അത് നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും. വൈറ്റ് കളറ് ടൈൽസൊക്കെ ഇട്ട വീടുകളിലൊക്കെ ആണെങ്കിൽ. അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞു നമ്മൾ അടിച്ചു വാരിയിട്ടും പോവാതെയൊക്കെ ഇരിക്കുന്ന കുഞ്ഞു പൊടിയൊക്കെ ഈ ഒരു സ്റ്റിക്കർ മേലേക്ക് അങ്ങ് പറ്റി വരും കേട്ടോ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുമേൽ പറ്റി അങ്ങ് ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ തുടയ്ക്കുമ്പം അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്തും അലമാരേൻ്റെ അടിഭാഗത്തൊക്കെ ഇതിനെ കൊണ്ട് തുടയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ള പൊടിയും അഴുക്കൊക്കെ ഈ ഒരു സ്റ്റിക്കർ മേലേക്ക് അങ്ങ് പറ്റി വരും. ഇതേപോലെ കുഞ്ഞു പൊടിയും മുടിയൊക്കെ ഈ ഒരു സ്റ്റിക്കർ മേലേക്ക് അങ്ങ് പറ്റിയിരിക്കും കേട്ടോ. അടുത്തൊരു ടിപ്പ്, ഒരു പാത്രത്തിലേക്ക് കുറച്ച് പേസ്റ്റ് എടുക്കുക. അതിലേക്ക് ഒരു മൂടി അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന സുർക്ക. അതിനുശേഷം ഒരു കോട്ടൻ്റെ തുണിയോ ടിഷ്യൂ പേപ്പറോ എടുക്കുക. അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുകൊണ്ട് നമുക്ക് സ്വിച്ച് ബോർഡിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കുക കേട്ടോ. നല്ലപോലെ ശക്തിയെടുത്ത് ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ തുടയ്ക്കുമ്പോഴേക്ക് തന്നെ അതുപോലെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന അഴുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതെൻ്റെ അടുക്കളയിലെ സ്വിച്ച് ബോർഡാണ്. അപ്പോൾ അതുപോലെ അത്യാവശ്യത്തിന് അഴുക്കുണ്ട് എന്ന് വെച്ചാൽ കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല രീതിക്ക് അഴുക്കുള്ള സ്വിച്ച് ബോർഡൊക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം വേറൊരു കോട്ടൻ്റെ ഒരു തുണിയോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലുള്ള അഴുക്കൊക്കെ നമുക്ക് മുഴുവനായിട്ട് തന്നെ തുടച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു സ്വിച്ച് ബോർഡ് നല്ല രീതിക്ക് തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അത് പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഇതവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചീപ്പാണ്.
നമ്മൾ ഉപയോഗിക്കാതെയൊക്കെ വെച്ചിട്ടുള്ള ചീപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതാ ഒരു ഡബിൾ ടാപ്പിൻ്റെ സ്റ്റിക്കർ ഒന്ന് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ വിൻഡോ ഒക്കെ ഉണ്ടാവില്ലേ, വിൻഡോൻ്റെ ഈ ഒരു സൈഡിലൊക്കെയുള്ള അഴുക്കൊക്കെ നമുക്ക് ചൂല് വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ഒന്നും വിരൽ വെച്ചിട്ടൊന്നും കഴുകിയിട്ടെടുക്കാൻ തുടച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ ചീപ്പുമേൽ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഇടയിലേക്കൂടെ നമ്മളിതിങ്ങനെ ഇട്ടിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കുമ്പോഴേക്ക് തന്നെ അതേമേലേക്ക് തന്നെ പറ്റി പിടിച്ച് വരും കേട്ടോ. അതിൻ്റെ അടിയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അഴുക്ക് പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് വിൻഡോ ശരിക്കും അടയ്ക്കാനൊന്നും തുറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഇത് വൃത്തിയാക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും കേട്ടോ. അത് ഞങ്ങളെ ബാൽക്കണീൻ്റെ അവിടെയുള്ള ഈ ഒരു ഗ്ലാസ്സാണ്. അതിപ്പോൾ ഇങ്ങനെ അഴുക്കൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പം അത് നീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ഹാൻഡ് ബാഗൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ. അപ്പം ഈ ഒരു ഹാൻഡ് ബാഗ് നമ്മൾ പെട്ടെന്ന് എവിടെയും പോകാനൊക്കെ നോക്കുമ്പോഴായിരിക്കും അതുമേലെ ഒരു വെള്ള കളറും അതേപോലെ പൂപ്പ് പിടിച്ചെടുക്കുന്ന പോലെയൊക്കെ ഉണ്ടാവുക. അപ്പം അങ്ങനെയൊക്കെ പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു ബാഗ് എടുത്തിട്ട് നമ്മൾ കൊറോണ ടൈമിലൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ ഈ ഒരു സാനിറ്റൈസർ. ഈ ഒരു സാനിറ്റൈസർ കുറച്ചൊന്ന് ടിഷ്യൂ പേപ്പറിലേക്കോ എന്തെങ്കിലും കോട്ടൻ്റെ തുണിയിലേക്കോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു ബാഗിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. തുടച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 2 മാസം വരെ ഈ ഒരു ബാഗിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു വെള്ള പൂപ്പൽ പോലെയൊന്നും പിടിച്ച് കിടക്കില്ല. നല്ലോണം ഷൈനിങ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.